യുക്രൈനിലെ ധാതുസമ്പത്തിന്റെ പകുതിയും തങ്ങൾക്ക് നൽകണമെന്ന് ട്രംപ് സെലൻസ്കിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സെലൻസ്കി അതിനെ വിസമ്മതിക്കുകയാണുണ്ടായത്. അദ്ദേഹം ഇതുവരെ കരാറിൽ ഒപ്പുവച്ചിട്ടില്ല. യുക്രൈന്റെ പ്രകൃതി വിഭവങ്ങളാണ് അമേരിക്ക ആവശ്യപ്പെട്ടത്. ഇന്ത്യയേക്കാൾ കൂടുതലാണ് യുക്രൈനിലെ ധാതുവിഭവങ്ങൾ. അതുകൊണ്ടുതന്നെ യുക്രൈന് ആരുടെയും മുന്നിലും തലകുനിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് സെലൻസ്കി വീറും വാശിയോടെയും തലയുയർത്തിപ്പിടിച്ച ഒരു മനോഭാവം കാണിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് സെലൻസ്കി അമേരിക്കയിലെ വൈറ്റ് ഹൌസ് സന്ദർശിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുക്രൈനിലെ ധാതുസമ്പത്തിന്റെ പകുതി അമേരിക്കയ്ക്ക് നൽകണമെന്ന ഉപാധിയാണ് ട്രംപിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. ഇതിനുള്ള കരാറിൽ ഒപ്പിടാൻ വന്നതാണ് സെലൻസ്കി. എന്നാൽ ട്രംപും വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസും സെലൻസ്കിയെ വിമർശിക്കുന്നതിൽ പങ്കുചേർന്നു. ഇതിൽ ക്ഷുഭിതനായ സെലൻസ്കി വൈറ്റ് ഹൌസിൽ നിന്നും പുറത്തുപോകുന്നതിലേക്ക് കാര്യങ്ങൾ നയിച്ചു. അതായത് ഇരുവരും തമ്മിലുള്ള ചർച്ച അലസിപ്പിരിഞ്ഞു. സെലൻസ്കിയുടെ നടപടി രണ്ടു തരത്തിലാണ് വിമർശിക്കപ്പെട്ടത്. ട്രംപ് എന്തു പറഞ്ഞാലും സെലൻസ്കി അദ്ദേഹത്തോടൊപ്പം സമാധാനപരമായി പോകണമായിരുന്നു. ഇത്രയും കാലം അവർ യുക്രൈന് ആയുധങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. അമേരിക്കയെ വെറുപ്പിച്ചാൽ എങ്ങനെ ആയുധങ്ങൾ കിട്ടും? റഷ്യയെ എങ്ങനെ യുക്രൈൻ നേരിടും? എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വന്നത്. മറ്റൊരു കൂട്ടർ ചോദിക്കുന്നത് ട്രംപ് ശരിക്കും അത്ര മികച്ച ഒരാളാണോ എന്നാണ്. അമേരിക്കയുടെ സഹായമില്ലാതെ യുക്രൈന് പിടിച്ചു നിൽക്കാൻ കഴിയില്ലേ? ട്രംപിന് യുക്രൈനെ ആവശ്യമുണ്ട്. എന്നാൽ യുക്രൈന് ട്രംപിനെ ആവശ്യമില്ലെന്നും പലരും വിമർശിച്ചു. 2022 യുദ്ധം ആരംഭിച്ചതിനു ശേഷം അമേരിക്ക യുക്രൈനിന് ഏകദേശം $48.5 ബില്യൺ നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. തമിഴ്നാട്, കേരളം, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ വാർഷിക വരുമാനത്തിന് തുല്യമായ തുകയാണത്. ഇത്രയും പണമുണ്ടെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ 8 മാസത്തെ ചെലവുകൾ വഹിക്കാൻ അത് മതിയാകും. അപ്പോൾ ആദ്യത്തെ കക്ഷി പറഞ്ഞത് ശരിയാണ്. അതുപോലെ യുക്രൈനിലും അപൂർവ ധാതുക്കളുണ്ട്. ലോകത്ത് കാണപ്പെടുന്ന 50 അപൂർവ ധാതുക്കളിൽ 23 എണ്ണം യുക്രൈനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം $15 ട്രില്യൺ വില വരും. അതായത് ഇന്ത്യയുടെ GDP-യേക്കാൾ 3 മടങ്ങ് കൂടുതലാണിത്. ഇത്രയും പണം ഉപയോഗിച്ച് ഇന്ത്യക്ക് 26 വർഷത്തേക്ക് ബജറ്റ് ചെയ്യാൻ കഴിയും. ഇതിന് 200 വർഷത്തെ സൈനിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയും. ചുരുക്കത്തിൽ ചൈനയുടെ സമ്പദ്വ്യവസ്ഥയ്ക്ക് തുല്യമായ തുകയാണിത്. ബെറിലിയം, ലിഥിയം, ഗ്രാഫൈറ്റ്, ടൈറ്റാനിയം, മഗ്നീഷ്യം, ഇരുമ്പ്, യുറേനിയം, ടൈറ്റാനിയം എന്നിവ യുക്രൈനിൽ വലിയ അളവിലാണ് കാണപ്പെടുന്നത്. ലോകത്തിലെ ഗ്രാഫൈറ്റ് ശേഖരത്തിന്റെ 4% യുക്രൈനിലാണ്. മഗ്നീഷ്യം ശേഖരത്തിന്റെ 1.6%, ഇരുമ്പ് ശേഖരത്തിന്റെ 1.5%, യുറേനിയം ശേഖരത്തിന്റെ 2%, ടൈറ്റാനിയം ശേഖരത്തിന്റെ 7% യുക്രൈനിലുണ്ട്. ഇത്രയധികം ധാതുസമ്പത്ത് യുക്രൈനുള്ളപ്പോൾ എന്തിനാണ് അമേരിക്കയ്ക്ക് കീഴടങ്ങേണ്ടതെന്നാണ് രണ്ടാമത്തെ കക്ഷികൾ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് സെലൻസ്കി ട്രംപിനെ ഒഴിവാക്കിയതും. ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ചില യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈനിന് സൈനിക സഹായം നൽകാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്.